ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഐറിസിൻ്റെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ. ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ വാക്സിനേഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ മോളെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു 1.5 വയസ്സായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു എന്നൊന്ന് നോക്ക്, ബുക്ക് എടുത്തൊന്ന് ക്ലിയർ ചെയ്ത് നോക്ക്, എന്നാലും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. എൻ്റെ മോൾക്ക് 1.5 വയസ്സ് പൂർത്തിയായി. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇനി 2 വയസ്സാവാനുള്ള കുറച്ച് മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ മോൾക്ക് 2 വയസ്സാകും. എന്ന് പറയുന്നത് പോലെയല്ലേ 1 വയസ്സും കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 വയസ്സാവാൻ പോകുന്നു. പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ്, അതായത് ഞാൻ ഇടത്താത്തിന് എണീറ്റിട്ട് ഫുഡെല്ലാം കഴിച്ച് നിസ്കരിച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. എനിക്ക് ആ ഒരു ഉറക്കമാണ് എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ കിട്ടുന്നത്. ബാക്കി പിന്നെ ഡ്യൂട്ടിക്ക് കയറി നോമ്പുറക്കാനെല്ലാം ഉണ്ടാക്കാൻ കയറിയും പിന്നെ എന്താ പറയുക, പിന്നെ മഗ്‌രിബിന് ശേഷം പിന്നെ അങ്ങനെ റെസ്റ്റില്ല, ഒന്ന് ഉറങ്ങാനുള്ള ഒരു 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 സിറ്റുവേഷൻ അങ്ങനെ ആ സമയത്ത് വരത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു 8 മണി വരെ ഞാൻ ഒരു 8:30 ഇങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും അറിയാണ്ട്, ക്ഷീണം കാരണം. അപ്പം ആ ഒരു ഉറക്കം കേട്ടോ, ആ ഉറക്കം ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ആ ദിവസം അങ്ങ് പോവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തലവേദന വരാം, അല്ലെങ്കിൽ ക്ഷീണം വരാം, എന്തെങ്കിലുമൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത് വെക്കും. ഞാനൊരു 9 മണിക്ക് മുന്നേ തന്നെ ലോഗിൻ ചെയ്ത് വെക്കും. 9 മണിക്ക് ശേഷമാണെങ്കിൽ ലേറ്റ് സബ്മിഷൻ ആണെങ്കിൽ അവർ അതിനകത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ നോമ്പ് തുടങ്ങിയ മുതൽ കുറേയൊക്കെ ഇങ്ങനെ ലേറ്റ് സബ്മിഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇനിയുള്ളതിനെ ഞാൻ കറക്റ്റ് ചെയ്യണം. അപ്പം ഞാനപ്പോൾ ലോഗിൻ ചെയ്ത് വെക്കും. ഞാൻ നേരത്തെ ഒരു 8:45 8:30 ആകുമ്പോഴേക്ക് തന്നെ ഞാൻ ലോഗിൻ ചെയ്ത് വെക്കും, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ലോഗൗട്ട് ചെയ്യാൻ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ മറന്നു പോകുമായിരുന്നു. പിന്നെ ആയപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം, സാലറി കട്ടാകും എന്നൊക്കെ അറിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, ഓർമ്മയോടെ തന്നെ എന്നെ ലോഗൗട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോബ് ഡെസിഗ്നേഷൻ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്. എന്നുവെച്ചാൽ വീഡിയോസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പഠിച്ചിരുന്നതും അങ്ങനെയൊക്കെ കുറേയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പറയുകയാണ്. ലോങ് വീഡിയോ ഞാൻ വേണമെങ്കിൽ ഞാൻ വേറെ ഇടാം, ഇത് ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അതായത് ഞാനൊരു കൺസൾട്ടൻസിയിൽ ഒരു HR റിക്രൂട്ടറാണ്. അതായത് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിലുള്ള ഒരു ജോലിക്കാരി ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിന് മുന്നേയും എൻ്റെ സ്റ്റാർട്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ തന്നെയായിരുന്നു ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇപ്പോൾ സെക്കൻഡ് ടൈം ആണെങ്കിലും, അതായത് സെക്കൻഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും അവിടെയും ഞാനൊരു റിക്രൂട്ട്മെൻറ്റ്, അതപ്പം എനിക്ക് സീനിയോറിറ്റി ഉണ്ട്. സീനിയർ റിക്രൂട്ടറാണ് ഞാൻ. ആദ്യം ജൂനിയർ ആയിരുന്നു, ഇപ്പോൾ സീനിയറായിട്ട് ഡെസിഗ്നേഷൻ കൂടിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ജോബ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ എനിക്ക് കിട്ടി എന്നതാണെങ്കിൽ, ഞാൻ ഇൻഡീഡ് വഴി ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. ഫസ്റ്റ് ജോബ് കിട്ടിയതും ഇൻഡീഡായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഓൾസോ ഇൻഡീഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചത് BBA ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുറച്ച് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വേറെ ഇടുന്നുണ്ട്, എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ഐറിസും ഐഷു എണീറ്റ് ആ സമയം കൊണ്ട് ഞാനപ്പം ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ നമ്മളെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. പനി വരുമല്ലോ, 2 ദിവസത്തേക്ക് പനി വരുന്നത് കൊണ്ട് കുളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരെയും കാണിക്കായിരുന്നു ഞാൻ ടാറ്റ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയപ്പം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായി മോക്ക്. അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് ട്രിപ്പിൽ അവിടെ ചെന്നപ്പം അവിടെ നഴ്സും ഡോക്ടറും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് ട്രിപ്പ്, അതായത് ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ അവിടെ വീണ്ടും അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് പോയത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വീട് അടുത്താണ്, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചു. 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, 1 കയ്യിലും 2 കാലിലും. 1.5 വയസ്സിൻ്റെ നല്ല വേദനയുണ്ട്. ഇപ്പം ഐറൂസിനാണെങ്കിൽ കാല് ആദ്യം വീട്ടിൽ വന്നപ്പം വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പം ഭയങ്കരമായിട്ട് കാലുവേദന തുടങ്ങി. ഒരു രക്ഷയില്ല, ഭയങ്കര കരച്ചിൽ. എൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല, ഞാൻ എടുത്തുകൊണ്ട് നടക്കണം, കാലിങ്ങനെ നീട്ടി തന്നെ വെക്കണം. പക്ഷെ എന്നാലും ഞാൻ പാലൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കാലൊക്കെ അനക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ തന്നെ അവൾ തന്നെ സ്വയമേ തന്നെ അവൾക്ക് നടക്കണമെന്നുള്ള ഒരു ടെൻഡൻസി വരുന്നതുകൊണ്ട് അവളും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടി എനിക്ക് തോന്നുന്നില്ല.
എന്തായാലും 2 ദിവസത്തേക്ക് എന്തായാലും കാല് വേദനയും പനിയും ഉണ്ടാകും. പനിക്കുള്ള മരുന്ന് സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു, പാരസെറ്റമോൾ 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ സി യു. പക്ഷെ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതൊക്കെ ടാറ്റ ബൈ സി യു.